നൊയമ്പുകാലം 2-ാം വാരം ഞായർ. തിരുവചനം. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനം. അപ്പോസ്തലന്മാരെ യേശു വിളിച്ചത് യേശുവിനോട് ഒപ്പം ആയിരിക്കുവാനും അയക്കപ്പെടുവാനും ആണ്. യേശു മലമുകളിൽ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ: യേശു പിതാവിനോട് ഒപ്പം ആയിരിക്കും, തൻ്റെ ശുശ്രൂഷകൾ പങ്കുവയ്ക്കും, അതോടൊപ്പം അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകുവാനുള്ള ദൗത്യം യേശു ഏറ്റെടുക്കുകയും ചെയ്യും. ഒരു ദിവസം യേശു താബോർ മലയിൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ 3 ശിഷ്യന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. യേശുവിൻ്റെ പ്രാർത്ഥന രൂപാന്തരീകരണമായി മാറിയപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു അനുഭവം അവർക്കുണ്ടായി. അവർ വളരെ സന്തോഷത്തോടുകൂടി അപ്പോസ്തലന്മാർ പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന്. കർത്താവ് ആത്മീയമായ അനുഗ്രഹങ്ങൾ തന്ന് അപ്പോസ്തലന്മാരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നത് ആത്മീയ നിർവൃതി അടഞ്ഞ് ഇരിക്കുവാനല്ല, രംഗത്ത് നിന്ന് പ്രവർത്തിക്കുവാനാണ്. ഉടനെ സ്വർഗത്തു നിന്നൊരു സ്വരം വന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. എൻ്റെ പ്രിയപുത്രനെ ശ്രവിക്കുവിൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് വചനം പ്രാവർത്തികമാക്കുവാനാണ്, വചനം ഫലം പുറപ്പെടുവിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ദൈവ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം ഒരു സാക്ഷ്യമായി മാറുവാൻ അവ ഉപകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.